Hi all, I am Selby Ando, Chief Administrative Officer of Rafa MedSystem. ഇന്ന് നമ്മളോടൊപ്പം ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഷിക്കു സാറുണ്ട്. നമുക്ക് ഹൈഡ്രജൻ ഇൻഹേലേഷൻ തെറാപ്പിയെ പറ്റിയും അതിൻ്റെ സംശയങ്ങളെ പറ്റിയും സാറിനോട് ചോദിക്കാം. സാർ, സ്ലീപ്പിംഗ് ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ലീപ്പിംഗ് ഡിസോർഡർ അവർക്ക് കിട്ടുന്നതും അത് എത്ര ദിവസം കൊണ്ട് ഹൈഡ്രജൻ ഇൻഹേലേഷൻ തെറാപ്പി എത്ര ദിവസം കൊണ്ട് ചെയ്താലാണ് ഈ ഡിസോർഡർ നമുക്ക് തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് വരാൻ സാധിക്കുക? സ്ലീപ്പിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഇൻസോംനിയ, സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഇതെല്ലാം സാധാരണയായിട്ട് നമുക്ക് ഇതൊരു സൈക്കാട്രിക് എന്നതിലുപരി ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് തുടക്കത്തിൽ പറയാം. സാധാരണ ആൾക്കാരിൽ ആൻസൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ബാക്കി ഡിപ്രഷനിലുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് സാധാരണ സ്ലീപ്പ് ഡിസോർഡേഴ്സ് കാണാറുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് കൂടുതലായിട്ട് ഇതൊരു സൈക്കാട്രിക് അല്ലെങ്കിൽ ഇതൊരു ബോഡ്ലി എലിമെൻ്റ് ആയിട്ട് മാറുന്നത് നമ്മുടെ തലച്ചോറിലുള്ള മെലാറ്റോണിൻ എന്ന് പറയുന്ന സ്ലീപ്പ് ഹോർമോണിൻ്റെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടാണ്. അതുമാത്രമല്ല, തലച്ചോറിൽ ഒരുപാട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുമ്പോൾ എസ്പെഷ്യലി ഇൻ ദ വൈറ്റ് ഏരിയാസ്, റൗണ്ട് ന്യൂക്ലിയസിൻ്റെ ഏരിയാസിൽ, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരുപാട് കുമിഞ്ഞു കൂടുമ്പോൾ ശരിക്കും സ്ലീപ്പിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മോളിക്കുലർ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം, മോളിക്കുലർ ഹൈഡ്രജൻ ഈസ് എ പൊട്ടൻറ്റ് സെലക്റ്റീവ് ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻറ്റ്. അലോങ് വിത്ത് ഹൈഡ്രജൻ ഒരു പവർഫുൾ റിഡ്യൂസിങ് ഏജൻറ്റും കൂടിയാണ്. സോ എസ്പെഷ്യലി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ന്യൂറോൺസ് ഇൻ ബ്രെയിൻ, തലച്ചോറിലുള്ള നാഡീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകളിൽ ദർ വിൽ ബി മോർ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയാസ് ഇൻ ദം. സോ ഈ ന്യൂറോൺസിന് വേണ്ടുവോളം ഊർജ്ജം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മൈറ്റോകോൺട്രിയ അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ന്യൂറോൺസിന് അത്രയും ഊർജ്ജം ലഭിക്കും. അത്രയും ഊർജ്ജം ലഭിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ന്യൂറോൺസിൽ നിന്നും ഒരുപാട് മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന തലാമസ്, അതുപോലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന റീജിയനിൽ നിന്നാണ്. ഈ പറയുന്ന മെലാറ്റോണിനാണ് നമുക്ക് അഡിനോസിൻ റിസപ്റ്റേഴ്സിലും മെലാറ്റോണിക് റിസപ്റ്റേഴ്സിലും പോയിട്ട് ഘടിക്കുമ്പോൾ ഉറക്കം എന്ന് പറയുന്ന ഒരു കാര്യം ടേൺ ഓൺ ആവുന്നത്. സെല്ലുലാർ ലെവൽ വരെ ഹൈഡ്രജനൊക്കെ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജൻ ചെയ്യുന്ന ജോലി എസ്പെഷ്യലി തലച്ചോറിൻ്റെ അകത്ത് ഒന്ന് കംപ്ലീറ്റ് ആൻറ്റി ഓക്സിഡേഷനും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റെറൈൽ ഇൻഫ്ലമേഷൻസിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുഖേന ബ്രെയിനിൻ്റെ ആകമൊത്തമായിട്ടുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് പൊട്ടൻഷ്യൽ കുറയും, ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കും? നോർമലായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ബ്രെയിനിൻ്റെ അകത്ത് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അതിലൂടെ അഡിനോസിൻ, അതുപോലെ മെലാറ്റോണിൻ, സെറോട്ടോണിൻ, അതുപോലെ ഡോപ്പമിൻ, ഈ ഹോർമോൺസിൻ്റെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷൻ സമഗ്രമായി നടക്കും. അപ്പോൾ ഉറക്കം കറക്റ്റായി വരും. അപ്പോൾ എത്ര നാള് ഈ ഇൻഹലേഷൻ തെറാപ്പി ചെയ്യണം? യൂഷ്വലി മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി എടുത്തോളം ഇതൊരു 1 day തെറാപ്പി അല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റഡ് എക്സ്പോഷർ ടു ദിസ് ഗ്യാസ് റിയലി ഗീവ്സ് us enormous benefits and effects. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ ഗ്യാസ് നമ്മൾ യൂഷ്വലി ഇൻഹലേറ്ററി പാത്വേയാണ് കൂടുതൽ നമ്മൾ പറയുന്നത്. ബിക്കോസ് ലങ് ഹാസ് ഗോട്ട് മോർ സർഫസ് ഏരിയ. നമ്മളൊരു അഡൽട്ട് ഹ്യൂമൻ ലങ് നമ്മൾ വിരിച്ചിടുകയാണെങ്കിൽ 26 ഫുട്ബോൾ ഗ്രൗണ്ട്സിൻ്റെ അത്ര വരും. അപ്പോൾ ഈ ഒരു ആസ്പെക്ട്, ഈ ഒരു കൺസെപ്റ്റ് കയ്യിലെടുക്കുക, നമ്മൾ ഇൻഹലേറ്ററി പാത്വേയിൽ മോർ എമൗണ്ട് ഓഫ് ഗ്യാസ് നമുക്ക് അകത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇറ്റ് ക്യാൻ സർക്കുലേറ്റ് ഇൻ അവർ ബോഡി, ഇറ്റ് ക്യാൻ ഗോ ത്രൂ ഓൾ ദ പ്ലേസസ് ഇൻ അവർ ബോഡി. ഹൈലി സ്മോൾ മോളിക്യൂൾ ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ഈസിലി പെനട്രേറ്റ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. The thing is, molecular hydrogen therapy for insomnia or sleep disturbance എടുക്കുമ്പോൾ മിനിമം ഒരു 2 weeks, അതായത് 14 days to 15 days എടുക്കും റിസൾട്ട് എടുത്തു തുടങ്ങാൻ. ചില ആൾക്കാരിൽ ഇത് ഡിപ്പെൻഡബിൾ ആണ്. അത്രയ്ക്ക് അധികം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാർക്ക് 5 to 7 days മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പക്ഷെ നല്ല ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുള്ള ആൾക്കാർ ഒരുപാട് സ്ലീപ്പ് നഷ്ടപ്പെട്ട് അത് കാരണം തന്നെ ബിഹേവിയറൽ ചേഞ്ചസും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു 2 weeks ഓഫ് ടൈം എടുക്കും. ഈ 2 weeks ഓഫ് ടൈമിൽ നമ്മുടെ ശരീരത്തിലുള്ള ഹൈഡ്രജൻ്റെ ഒരു പീക്ക് കോൺസെൻട്രേഷനിൽ എല്ലാ ദിവസവും കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എക്സ്പോഷറിൽ എത്തുന്നതോടൊപ്പം തന്നെ ഈ ഹൈഡ്രജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകണമല്ലോ. അത് 8 മണിക്കൂറാണ് ഏകദേശം T12 വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പീക്ക് കോൺസെൻട്രേഷനിൽ എന്നും നമുക്ക് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 to 12 hours നമ്മുടെ ശരീരത്തിൽ ഈ ഹൈഡ്രജൻ്റെ ആ ഒരു ബാലൻസ് പ്രസൻസ് ഉണ്ടാവും. അതവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ പറയുന്ന ആൻറ്റി ഓക്സിഡേഷനും ആൻറ്റി ഇൻഫ്ലമേഷൻ ചെയ്തുകൊണ്ട്. പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യം, അവർ മരുന്ന് എടുക്കുന്ന ആളുകളാണ്, ഇപ്പോൾ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റായിട്ട് ചെയ്യാവുന്നുള്ളൂ. മോളിക്കുലർ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഓൺകോളജി എടുത്താലും ഡയബറ്റോളജി എടുത്താലും ജനറൽ മെഡിസിൻ എടുത്താലും അല്ലെങ്കിൽ ന്യൂറോളജി, നെഫ്രോളജി ഒക്കെ എടുത്താലും, അഡ്ജുവൻ തെറാപ്പി വിത്ത് മോളിക്കുലർ ഹൈഡ്രജൻ ഈസ് മോർ ബെനിഫിഷ്യൽ ദാൻ സോൾ തെറാപ്പി. അതായത് മോളിക്കുലർ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ എക്സ്പോഷറിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല.
നമുക്കൊരു ടൈം എക്സ്പോഷർ, അതായത് ഇപ്പോൾ മിനിമം ഞാൻ പറയുന്നത് ലൈക്ക് ഒരു 10 to 14 days. ആൻഡ് ലൈക്ക് ഹൗ വി ഡിസൈഡ് ദ ഡോസേജ് വിത്ത് ദ ബോഡി സർഫസ് ഏരിയ ഓഫ് വൺസ് ഇൻഡിവിജ്വൽ, നമ്മൾ ഒരു 1 micromole പെർ മില്ലിമീറ്റർ സ്ക്വയർ ഓഫ് ബോഡി സർഫസ് ഏരിയ എന്നുള്ളൊരു ഡോസേജ് പാറ്റേൺ ആണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ തെറാപ്യൂട്ടിക്കൽ ഡോസേജ് ആയിട്ട് ഹൈഡ്രജൻ കൊടുക്കുന്നത്. വെൽനസ് ആസ്പെക്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതൊരു ടൈമിൽ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ വേറെ തെറാപ്പി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സിനർജിസ്റ്റിക് എഫക്റ്റ് ആണ് കിട്ടുന്നത്. സിനർജിസ്റ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഔട്ട്കം, ബെനിഫിഷ്യൽ എഫക്റ്റ് അലോങ് വിത്ത് ദ മെഡിസിൻ വിച്ച് ദി ആർ ടേക്കിംഗ്, അത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.